ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 9-ാം വാർഡ് വെട്ടത്തുവാല മീനടം റോഡിലാണ്. ഇവിടെ ഇന്ന് ഈ റോഡിൻ്റെ സൈഡിലെ കാടെല്ലാം വെട്ടിത്തെളിച്ചപ്പം കണ്ട ഒരു കാഴ്ചയാണ്. നിങ്ങളൊന്ന് കാണുക. കണ്ടോ, മാലിന്യത്തിൻ്റെ കൂമ്പാരമായി മാറിയിരിക്കുകയാണ് റോഡ് സൈഡ്. വെട്ടത്തുകോല മീനടം റോഡിന് സമീപത്താണ് ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുന്നത്. ഇവിടുന്ന് ഏറെക്കുറെ 200 മീറ്റർ ഉള്ളൂ വെട്ടത്തുകോലയിലേക്ക്. ഇത് മെയിൻ റോഡാണ്. ഈ റോഡിന് സമീപത്ത് കാട് വെട്ടിത്തെളിച്ചപ്പം കണ്ട കാഴ്ചയാണ്. ഇതുവഴി വരുന്ന യാത്രക്കാർ മുഴുവൻ, കാറായി വരുന്നവർ മുഴുവൻ വീട്ടുകളിലുള്ള മാലിന്യങ്ങൾ മുഴുവൻ ഇവിടെ എറിഞ്ഞിട്ടാണ് പോകുന്നത്. നിങ്ങൾ നോക്കി ഇവിടുത്തെ കാഴ്ച കണ്ടോ, എന്തുമാത്രം ജനങ്ങൾ നടന്നു പോകുന്ന വഴി. ഇവിടെ മുഴുവൻ മാലിന്യങ്ങൾ ഇതുപോലെ ചാക്കി കെട്ടിക്കൊണ്ട് ഇട്ടിരിക്കുക. നമ്മുടെയൊക്കെ പഞ്ചായത്തിൻ്റെ ഓരോ റോഡുകളുടെ സൈഡുകളിലും ഇതുപോലെ കാട് വളർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഇതുപോലെയുള്ള ആൾക്കാർ ഇത് വൃത്തികേട് കാണിക്കുന്നത്. കണ്ടോ, ഈ പ്രദേശത്ത് മുഴുവൻ കൂട്ടിയിട്ടിരിക്കുക. അതിൽ നടന്നു പോകുമ്പോൾ അത്രയ്ക്ക് മണം. എന്തെല്ലാം സാധനങ്ങളാണ് കൊണ്ട് ഇട്ടിരിക്കുന്നറിയോ. ഈ കാട് വെട്ടിത്തെളിച്ചുകൊണ്ടാണ് ഇത് കാണാൻ പറ്റുന്നത്. ഇവിടെ കിടക്കുന്ന കാഴ്ച കണ്ടോ. നമ്മൾ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി സർക്കാർ എന്തെല്ലാം പദ്ധതികളാണ് ഇവിടെ ചെയ്യുന്നത്. ഇതുവെല്ലാം ആദ്യം ജനങ്ങളെയല്ലേ ബോധവൽക്കരിക്കേണ്ടത്. ഉള്ള പാഴ്സലെല്ലാം കൊണ്ട് ഇവിടെ കൊണ്ട് നിക്ഷേപിച്ചിരിക്കുക. വീടുകളിലുള്ള മുഴുവൻ മാലിന്യങ്ങളും ഇങ്ങോട്ടാണ്. ഇതുപോലെ ഇവിടെ ഇനിയും വെട്ടിത്തെളിക്കാനുള്ളതാണ്. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് ആർക്കറിയാം. ഇതെല്ലാം വലിയ ചാക്കിൻ്റെ അത് കെട്ടിയ മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇവിടെ ഉണ്ട് ഒരു വലിയ വീടുണ്ട്. അവിടെ റോഡ് സൈഡിൽ ക്യാമറയുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ജനമിത്രത്തിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ്. ഇത്രയൊക്കെ ഇവിടെ ചെയ്തിട്ടും ഇതുപോലെ മാലിന്യങ്ങൾ എന്താ ഇവിടെ പെരുകുന്നത്. മിക്ക ദിവസവും കാണാം വഴികളിൽ ഇതുപോലെ വലിച്ചെറിഞ്ഞിട്ട്. അതിൽ നടന്നു പോകുന്ന യാത്രക്കാരെ ഏറ്റവും ബുദ്ധിമുട്ടുന്നത്. കൂടുതൽ കോഴിയുടെ വേസ്റ്റുകളും എല്ലാം കൊണ്ടിട്ടിരിക്കുന്നത്. അതുപോലെ ഈ വീടിൻ്റെ മതിലിനോട് ചേർത്തുമല്ല ഇവിടെയെല്ലാം വേസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ട്. ഈ സൈഡുകളിലൊക്കെ ഇഷ്ടം പോലെ ക്യാമറകളുണ്ട്. എന്നിട്ടും ഇവരെ ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല, പിടികൂടാൻ പറ്റുന്നില്ല. ഇവിടെ മല തെളിച്ചത് ഇത് ഇന്നിപ്പം കണ്ട കാഴ്ചയാണ്. ഇത് കണ്ടോ, ഇവിടെ കൊണ്ടുപോയി ഇതെല്ലാം മീനിൻ്റെ വേസ്റ്റാണ് വഴിയിലോട്ട് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ട് പോയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ ഇതാണ്. അതുകൂടാതെ ഈ സൈഡിൽ മദ്യപിച്ചിട്ട് അതിൻ്റെ ബാക്കിയുണ്ട്. അതുപോലെ ചില ചാക്കൊന്നും നമുക്ക് തുറന്നു നോക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും വേസ്റ്റാണ് കൊണ്ട് തള്ളിയിരിക്കുന്നത്. ഇതെല്ലാം മദ്യക്കുപ്പിയാണ് ഈ കിടക്കുന്നത്. 10,000 രൂപ മുടക്കി കുപ്പി മേടിച്ച് കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഇതുണ്ട് പാഴ്സലായിട്ട് വഴിയിലോട്ട് തള്ളിയിട്ടാണ് പോകുന്നത്. മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടു കഴിഞ്ഞാൽ 5,000 തൊട്ട് 10,000 വരെയാണ് പിഴ. ഫോട്ടോ എടുത്ത് കൊടുക്കുന്നവർക്ക് 2,500 രൂപ അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികാരികൾ ഇവിടെ എന്തെങ്കിലും സംവിധാനം ചെയ്യുക. അതോടൊപ്പം തന്നെ ആര് മാലിന്യം എറിയുന്ന ഫോട്ടോ എൻ്റെ കയ്യിൽ കിട്ടിയ ഞാൻ അവരുടെ ഫുൾ അഡ്രസ്സ് സഹിതം ഫോട്ടോ സഹിതം ചാനലിൽ പ്രദർശിപ്പിക്കുന്നതാണ്. അതിൻ്റെ പുറകിൽ എന്ത് കേസ് വന്നെന്ന് പറഞ്ഞാലും ഞാൻ നേരിടാൻ തയ്യാറാണ്. ഇതുപോലെയുള്ള തോന്നിയവാസം കാണിക്കുന്നതിന്. ഇതിൻ്റെയൊക്കെ പച്ച മലയാളം പറയുകയാണെന്നുണ്ടെങ്കിൽ ചാരം കൂടിപ്പോവും. ഒരുപാട് ആൾക്കാർ കാണുന്നതും കുട്ടികളും ഒക്കെ കാണുന്നതുകൊണ്ടാണ് നമ്മൾ ക്ഷമിക്കുന്നത്. Yeah.